ഹാപ്പി ബർത്ത്ഡേ ആദി. അപ്പം ഇന്ന് ആദിയുടെ 6th ബർത്ത്ഡേ ആണ് കേട്ടോ. ആദി ഇത് സ്കൂളിലേക്ക് പോയ ലുക്കായിരുന്നു ഫസ്റ്റത്തെ. ഇത് സെക്കൻഡ് ലുക്ക് നമ്മളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു കേട്ടോ. സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. അങ്ങനെ നമ്മളൊരു ഫോട്ടോഷൂട്ട് അപ്രാവശ്യം നമ്മൾ റെഡ് കളറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ റെഡ് കളറിൽ നമ്മൾ മൂന്നാളും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാ വർഷവും ആദ്യയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരു മെമ്മറി പോലെ അവൻ്റെ ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വൈകുന്നേരത്തായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ഒന്നുമല്ല, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ, അവനും നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമുള്ള ഒരു സെലിബ്രേഷനായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അവർ ഫുള്ള് ഹാപ്പി ആയിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഫുള്ള് ഹാപ്പി ആയിരുന്നു. റെഡിയായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതാ കേക്കൊക്കെ കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഇത് ആദ്യയുടെ അമ്മൂമ്മയാണ്. അത് രണ്ടും ആദ്യയുടെ കസിൻസാണ്. ഞാനും കേക്ക് കൊടുത്തു. ഇതെൻ്റെ അച്ഛൻ. ഇതാതിടെ വല്യമ്മ. ഇതാതിടെ അച്ഛൻ. ബിനു, ആതിടെ മാമൻ. ഒരുപാട് ലെങ്ത്തിൽ നമ്മൾ ചിരിയും വളർത്താനും വളവള പറച്ചിലും ഒക്കെയാണ് കേട്ടോ. അത് കാരണമാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വോയിസ് കട്ട് ചെയ്തത്. ഒറിജിനൽ വോയിസ് ആണ് കളഞ്ഞത്. ഇത് അടുത്ത രണ്ട് മാമന്മാർ. ആൻറ്റിപ്പിന്നൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഡ്രസ്സ് കിട്ടുന്നതിനെക്കാളും സന്തോഷം എന്തെങ്കിലും ഒരു ഇങ്ങനെ സർപ്രൈസായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. അവ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവ മാത്രമല്ല ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവ എന്താണെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ശരിക്കത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കും കേട്ടോ. ഞാൻ ഷോക്കായി. അവൻ്റെക്കാളും എക്സ്പ്രഷൻ എൻ്റെ മുഖത്താണെന്ന് തോന്നുന്നു. അവന് സന്തോഷിക്കണ്ടോ, ഒന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അവന് ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് വന്നതിന് നിലത്ത് കാല് മുട്ടുകയില്ല, ചാടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ തുറന്നു നോക്കുക കേട്ടോ. നമുക്ക് ഒറ്റ മൈക്കൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് ഞങ്ങൾ കുറേ നേരം നിലവിളിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു. അമ്മച്ചി കുറേ ചീത്തയൊക്കെ പറഞ്ഞു. കാരണം 10 മണിക്ക് ശേഷം കിടന്ന് നിലവിളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവന് കൊടുത്തില്ല, ഞങ്ങളായിരുന്നു ഫുള്ളായിട്ട് പാട്ട് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അതിന് ഇതൊക്കെയായിരുന്നു നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ. സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഫോട്ടോസുകളാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ കൊടുത്തതാണേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ? ഹൗ ഇസ് യുവർ ബർത്ത്ഡേ? സൂപ്പർ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? ശരിക്കും? ആർ യു ഹാപ്പി വിത്ത് us? യെസ്, ഉറപ്പായിട്ടും. ഓക്കെ, ഐ ലവ് യു. ലവ് യു. Love you, Adi. ലവ് യു. Okay, bye guys.